ഇക്ക, എനിക്ക് രണ്ട് ടോപ്പുകൾ വാങ്ങി തരണേ. ടോപ്പൊക്കെ നല്ല ടൈറ്റ് ആയിരിക്കും. ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച വാങ്ങി തന്ന ടോപ്പല്ല എനിക്ക് കണ്ടെണ്ണോ പിന്നെയും തടിച്ചു. സത്യം പറഞ്ഞ എനിക്കെന്റെ പിന്നാലെ എവിടെയെങ്കിലും വിരലെന്നെ ഇപ്പൊ നാണക്കേടായിക്കണോ. ഓരോ ആഴ്ചയിലേക്ക് ഡ്രസ്സ് തന്നെ ഞാൻ കുടുങ്ങി. ഞാൻ എന്താക്കാനൊക്കെ ഞാൻ തടിക്കണേനെ? എന്റെ കുറ്റാണോ ഞാൻ തടിക്കണത്? അല്ല, എന്റെ കുറ്റാണ്. തീറ്റെങ്കിലും കുറച്ചുകൂടെ എനിക്കുന്ന പണിയും ഇവിടെ ഒന്നുമില്ല. പലക്കാൻ വാഷിംഗ് മെഷീനും അതേപോലെ ഗ്രൈൻഡറും സാധനങ്ങളൊക്കെ വന്നോണ്ട് വേറെ പണിയൊന്നുമില്ല. ആ ഭക്ഷണമെങ്കിലും കുറച്ചാൽ മതി, നീ തടി കുറയല്ലോ. ഞാൻ കൺട്രോൾ ചെയ്യണുണ്ട്, പക്ഷെ എന്റെ തടി കുറയാഞ്ഞിട്ടാണ്. എന്ത് തടി കുറയണില്ലാന്ന്? ഇവിടെ ബാക്കിയുള്ള ആൾക്കാർക്ക് എങ്ങനെ തടി കുറക്കണത്? നിങ്ങൾ തിന്നണതിന്റെ പകുതി പോലും ഞാൻ തിന്നണില്ല, എന്നിട്ട് ഞാൻ തടിക്കാണ്. അത് ചിലവരുടെ ശരീരം അങ്ങനെയാണ്. നിങ്ങൾ എത്ര തിന്നാലും നിങ്ങൾ തടിക്കില്ല, പക്ഷെ ഞാൻ പച്ചവെള്ളം കുടിച്ചാലും ഞാൻ തടിക്കും. കുറെ ആയി എല്ലാരും എന്നെ അങ്ങനെ കളിയാക്കാൻ തുടങ്ങിയിട്ട്. ഓല് കളിയാക്കണേനൊന്നും എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ നിങ്ങളും കൂടി കൂടിയിട്ട് ഓല നിന്ന് കളിയാക്കുമ്പോ എനിക്ക് എത്ര സങ്കടം ഉണ്ടെന്ന് അറിയോ? അതേപോലെ തന്നെ എനിക്കും. അന്നെ കൊണ്ട് നാട്ടുകാരെ മുന്നിൽ കൂടി നടക്കുമ്പോ നമ്മൾ രണ്ടാൾ കല്യാണം കഴിക്കുമ്പോ ഒരേ തടിയെന്നോ. അപ്പൊ എന്റെ തടി നോക്കി നോക്കി, എന്റെ തടി എത്രയാണ്? ഞാൻ സമ്മതിച്ചിട്ട് ഞാൻ കല്യാണം കഴിക്കുമ്പോ മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിച്ചതിന് ശേഷം 2 പ്രസവിച്ചില്ലേ. അപ്പൊ ഈ ഹോർമോൺ ചേഞ്ച് പോലെ എന്റെ ശരീരത്തിൽ ഞാൻ ഇങ്ങനെ തടിച്ച് വരുന്നത്. അപ്പൊ ഒക്കെ പറയും ബാക്കിയുള്ള പ്രസവിച്ച പെണ്ണുങ്ങളൊക്കെ മെലിഞ്ഞിട്ടല്ലേ എന്നല്ലേ. അത് ഓരോരുത്തരുടെ ശരീരം ഓരോ പോലെയൊക്കെ. എന്റെ ശരീരം ഞാൻ ഇങ്ങനെ തടിച്ചു വരുന്നത്. അതിന് ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റുക? ഇപ്പൊ എന്റെ ശരീരത്തിൽ നിന്ന് ഇപ്പൊ ഇറച്ചെടുത്ത് മുറിച്ച് മാറ്റാൻ എനിക്ക് പറ്റൂലല്ലോ. നിങ്ങളെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങളും കൂടി ഇങ്ങനെ ഓരോ കൂടെ കൂടിയിട്ട് ഇങ്ങനെ കളിയാക്കല എങ്ങനെ?